സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഫണ്ടഡ് ട്രേഡറിന്റെ റൂൾസ് ആണ്. ഗോഡ് ഫണ്ടഡ് ട്രേഡിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. സോ കുറേ പേരായി എന്നോട് കുറേ കാലങ്ങൾ കൊണ്ട് ചോദിക്കുന്നു. ഞാൻ ഗോഡ് ഫണ്ടഡിന്റെ ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ചോദിക്കുന്നു റൂൾസ് ചെയ്യും. കാരണം ഇത് ചീപ്പ് അക്കൗണ്ട് ആണ്, ട്രസ്റ്റഡ് ആണ്, എല്ലാം ആണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് എന്താണ് ഇതിന്റെ റൂൾസ് അറിയാൻ കുറച്ച് താല്പര്യം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നമ്മൾ റൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിച്ചോ, അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ എല്ലാ റൂൾസിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങൾ ഗോഡ് ഫണ്ടഡിന്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ FAQയിൽ ഫസ്റ്റത്തെ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അക്കൗണ്ട് ആൻഡ് ജനറൽ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കാണാൻ പറ്റും. സോ ഓരോന്നും ഞാൻ ഇതാക്കി തരാം. സോ ഗോഡ് ഫണ്ടഡ് ഒരു ബ്രോക്കർ ആണോ? അവരെന്നെ പറയുന്നു ഗോഡ് ഫണ്ടഡ് ട്രേഡർ എന്ന് പറയുന്നത് ഒരു ബ്രോക്കർ അല്ല, അതൊരു ഫേം ആണ്. ഓക്കെ, ഇവര് ക്യാപിറ്റൽ തരുന്ന ഒരു ഫേം ആണ്. ഈ ഗോഡ് ഫണ്ടഡിന്റെ പിന്നിലുണ്ട് സക്സസ് ഡോ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ആണ് അവരുടെ ബ്രോക്കർ. സക്സസ് ഡോ മാർക്കറ്റ് നിങ്ങൾക്ക് ക്രോമിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും സക്സസ് ഡോ മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത റൂള് വി ആർ പ്ലാനിങ് ടു ഓഫറിങ് എവല്യൂഷൻ പ്ലാനിങ്. അതായത് ഇവർ ഓഫർ ചെയ്യുന്നത് ഇതൊന്നും എന്താണ് റൂൾസിൽ പെടുന്നതല്ല. അവർ ഓഫർ ചെയ്യുന്നതിൻ്റെ ആണ് 2 സ്റ്റെപ്പ് ഫയൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ അടുത്തതായിട്ട് അവർ ലിവറേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറക്സിന് 1:100 ആണ്. ഈ കാര്യങ്ങളാണ് എല്ലാവർക്കും പല ടൈമിലായിട്ട് അബദ്ധം പറ്റുന്നത്. സോ 1:100 ലിവറേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബിറ്റ്കോയിനിൽ എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അതാണ് എല്ലാവരുടെയും ചോദ്യം. സോ അതിനുള്ള ഉദാഹരണമാണത്. ക്രിപ്റ്റോയിൽ 1:2 ഉള്ളൂ. അതായത് 5000 ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.10 ആ ലെവലിലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ലിവറേജ്. അതേപോലെ കമ്മോഡിറ്റി ഗോൾഡിനൊക്കെ 1:20 ഉണ്ട്, ഇൻഡസിന് 1:20. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ലിവറേജ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത റൂള് മെയിൻ റൂളാണ്, ന്യൂസ് ട്രേഡിംഗ് അലൗഡഡ് ആണോ? ഓക്കെ, ഇവർ പറയുന്നുണ്ട് ക്യാൻ ഐ ട്രേഡ് ഡ്യൂറിങ് ന്യൂസ് ഇവന്റ്. അവർ പറയുന്നത് എസ്, ട്രേഡിംഗ് ന്യൂസ് ഇവന്റ് ഫുള്ളി അലൗഡഡ് ഓൺ ഗോഡ് ഫണ്ടഡ് ട്രേഡർ എൻഗേജിങ് ഇൻ ന്യൂസ് ഡസ് നോട്ട് പ്രിവെന്റ് ബ്രീച്ച് അവർ റൂൾസ്. അതായത് അവർ പറയുന്നുണ്ട് ട്രേഡിംഗ് അവർ അനുവദിക്കുന്നുണ്ട്. അവർ ന്യൂസിൽ ട്രേഡ് ചെയ്തു എന്ന് വെച്ചിട്ട് അക്കൗണ്ട് ബ്രീച്ച് ഒന്നും ആവില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇവർക്ക് മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു 2 മിനിറ്റ് പ്രയോർ. അതായത് നിങ്ങളുടെ ഈ ഒരു ന്യൂസ് ട്രേഡിങ്ങിൽ ഉണ്ടല്ലോ, നിങ്ങൾ 2 മിനിറ്റ് പ്രയോർ, അതായത് നിങ്ങൾ 7 മണിക്കാണ് ന്യൂസ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6:58 ശേഷവോ 7:02 ശേഷവോ അല്ല 7:02 ഉള്ളിലോ ട്രേഡ് എടുക്കാൻ പാടില്ല. അതാണ് ഇവർ പറയുന്നത്. ബാക്കിയുള്ള ടൈമിലൊന്നും ട്രേഡ് എടുത്താലൊന്നും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ആ ഒരു അതാണ് ഇവർ ന്യൂസ് ട്രേഡിങ്ങിൽ പറയുന്നത്. ആ ഒരു 4 മിനിറ്റ് ഗ്യാപ്പിൽ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങളുടെ SLO TPO ഒന്നും ഹിറ്റ് ആവാൻ പാടില്ല. നിങ്ങൾ ഓർഡർ ഇടാനും പാടില്ല, അതേപോലെ തന്നെ SLനും TP ഹിറ്റ് ആവാൻ പാടില്ല ആ ടൈമിൽ. അത്രയേ ഉള്ളൂ അവരുടെ കണ്ടീഷൻ. ന്യൂസ് ഒക്കെ ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അടുത്തത് വാട്ട് ചാലഞ്ച് അലൗസ് ന്യൂസ് ട്രേഡിംഗ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ. സോ ഏത് ചാലഞ്ചാണ് അവർ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. ദ സ്വിംഗ് ചാലഞ്ച് അലോ അൺറെസ്ട്രിക്റ്റഡ് ന്യൂസ് ട്രേഡിംഗ്. അതായത് അവരുടെ കയ്യിൽ സ്വിംഗ് ചലഞ്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് ചലഞ്ച് ആണ് തോന്നുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് ചലഞ്ച് ആയിരിക്കും ന്യൂസ് ട്രേഡിംഗ് ഒക്കെ നമുക്ക് ആ ഒരു 2 മിനിറ്റ് പ്രയോറൊന്നും ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ക്രിപ്റ്റോ നമുക്ക് വീക്കെൻഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, നമുക്ക് യെസ് യു ക്യാൻ ട്രേഡ് ക്രിപ്റ്റോസ് ഡ്യൂറിങ് ദ വീക്കെൻഡ്. അതായത് നമുക്ക് വീക്കെൻഡിൽ ഹോൾഡ് ചെയ്യാനും പറ്റും, അതേപോലെ ട്രേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അതും ഇവരിവിടെ പറയുന്നുണ്ട്. അടുത്തത് വാട്ട് ആർ ദ മിനിമം ഡേയ്സ്. അതായത് ഒരു മിനിമം നമ്മൾ എത്ര ഡേ എടുത്ത് വേണം പാസ്സാക്കാൻ എന്നുള്ളതാണ്. മിനിമം ആണ്, മാക്സിമം അല്ല. പലർക്കും പറ്റുന്ന ഒരു ഇതാണ്, മിനിമം അല്ല മാക്സിമം ആണ്. മാക്സിമം നമുക്ക് എത്ര വരുന്നത്? അൺലിമിറ്റഡ് ഡേയ്സ് ആണ്. മിനിമം 3 ഡേയ്സ്, അതായത് 3 ഡേയ്സ് എങ്കിലും എടുത്തിട്ട് വേണം നിങ്ങൾ പാസ്സാക്കാൻ. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. 3 ഡേയ്സ് കേട്ടോ, മിനിമം 3 ഡേയ്സ്. phase 1 അതേപോലെ തന്നെ phase 2 ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്.
സോ ഇത് മിനിമം നിങ്ങൾ 3 days എടുക്കണം. അടുത്തത് ഈസ് മാൻഡറ്ററി ടു യൂസ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടേക്ക് പ്രോഫിറ്റ്, അതായത് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നിർബന്ധമാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഇവരെന്നെ ഇവിടെ പറയുന്നുണ്ട് അവർക്കത് മാൻഡറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അവർക്കത് മാൻഡറ്ററി അല്ല, ബട്ട് റിസ്ക് മാനേജ്മെന്റിന്റെയും ഡിസിപ്ലിന്റെയും ഭാഗമാണ് ഈ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും എന്നുള്ളത്. ഓക്കെ, സോ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞിതാക്കണം. എന്നാലേ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ചെയ്യുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ. ഓക്കെ, സോ അടുത്തത് can I merge accounts? So you are not able to merge accounts similar fund I have starting greater than 400. അതായത് നമുക്ക് അക്കൗണ്ട് മെർജ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇപ്പോൾ ഒരു $10,000 $10,000 രണ്ട് അക്കൗണ്ട് വാങ്ങിയിട്ട് 20,000 ആക്കി മെർജ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. അത് പറ്റൂല എന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്. ഓക്കെ, സോ അതിൽ നമ്മൾ ട്രൈ ചെയ്യണ്ട. സോ വാട്ട് ഹാപ്പൻ ഇഫ് യു റൂൾസ് വയലേറ്റഡ് ഇൻ ഡിക്റ്റേറ്റ് ഓൺ മൈ അക്കൗണ്ട്. അതായത് അവർ പറയുന്ന റൂൾസ് തെറ്റിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന്. If any breach or prohibited practice violation is detected on your account will be suspended or entry ineligible for future reward. അതായത് ഇവർ പറയുന്നത് എന്തെങ്കിലും ബ്രീച്ചോ അതേപോലെ വയലേഷനോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, അതായത് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ പേ ഔട്ട് കിട്ടാതിരിക്കുകയോ ചെയ്യും. ഓക്കെ, സോ പേ ഔട്ട് കൊടുക്കുമ്പോഴാവും നമ്മൾ ഇത് അറിയുക, നമ്മളെ അക്കൗണ്ട് റൂൾസ് ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. സോ റൂൾസിന് കൊടുക്കുമ്പോൾ അവർ പറയും ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് അവർ പറയും. ഓക്കെ, പിന്നെ ട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ വാലിഡ് ആയിട്ടുള്ള റീസൺസേ പറയുള്ളൂ. പിന്നെ വാട്ട് ഈസ് ദ മാക്സിമം സിമുലേറ്റഡ് ക്യാപിറ്റൽ. അതായത് നമുക്ക് മാക്സിമം ക്യാപിറ്റൽ എത്ര കിട്ടും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതായത് 800,000, അതായത് 800K, 8 ലക്ഷത്തിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ പാകിസ്ഥാൻ ലിമിറ്റഡ് ടു 5,000. പാകിസ്ഥാനിലുള്ളവർക്ക് 50,000 വരെ കിട്ടുള്ളൂ എന്ന്. സോ പിന്നെ നമുക്ക് EAs വല്ലതും യൂസ് ചെയ്യാൻ പറ്റുമോ? എക്സ്പേർട്ട് അഡ്വൈസറി. യെസ്, യു ക്യാൻ യൂസ് ആസ് ലോങ് EAs have prohibited trading practice rules ആൻഡ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. സോ നമുക്ക് EAs ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് അവരുടെ വയലേഷൻസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അവരുടെ പോളിസീസ് വയലേഷൻ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്കൗണ്ട് പോളിസി. ഗോഡ് ഫണ്ടഡ് ഒഫീഷ്യലി റൺസ് 50% ഡിസ്കൗണ്ട് പ്രൊമോഷൻ എക്സ്ക്ലൂസീവ് അവേ ന്യൂ കസ്റ്റമർ ഓൺ ദ പർച്ചേസ്. പുതിയ കസ്റ്റമേഴ്സിന് 50% ഓഫ് കിട്ടുന്നുണ്ടെന്നാണ് പറയണത്. പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് ഇതുവരെ കണ്ടില്ല. അതേപോലെ തന്നെ വാട്ട് ആർ ദ പ്രൊഹിബിറ്റഡ് ട്രേഡിംഗ് പ്രാക്ടീസസ്. സോ ഇതൊക്കെയാണ് അവരുടെ പ്രൊഹിബിറ്റഡ് ട്രേഡിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ രീതിയിൽ ഒന്നും നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഇത് കുറേ ഉണ്ട്, ഇത് ഒരുപാട് പറഞ്ഞു തീർക്കാണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിൽ ഗാംബ്ലിംഗ് റൂൾ പെടുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ സിസ്റ്റം അബ്യൂസ്മെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പെടുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മളപ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. സോ ഹൗ ആക്ടിവിറ്റി കാൽക്കുലേറ്റഡ്. സോ ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഇനി അടുത്തത് ഹെഡ്ജിങ് അലൗഡ് ആണ്. വി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഹെഡ്ജിങ് പൊസിഷൻ. അതായത് ഹെഡ്ജിങ് എന്ന് പറയാൻ ഒരുപാട് പൊസിഷൻസ് ഒരു സൈഡിൽ തന്നെ അടിച്ചു കൂട്ടി ഇടുന്നതിനാണ് തോന്നുന്നുണ്ട് ഹെഡ്ജിങ് എന്ന് പറയാം. അതായത് കൂടുതൽ ഫണ്ട് ഇട്ടിട്ട് ഒരു സൈഡിലേക്ക് തന്നെ കൂടുതൽ സെല്ലിട്ട് ഇറക്കുന്നതിനാണ് തോന്നുന്നുണ്ട് ഹെഡ്ജിങ് എന്ന് പറയാൻ തോന്നുന്നുണ്ട്. വി അലോ ട്രേഡ് അക്കൗണ്ട് ബിസൈഡ് മീ. അതായത് പിന്നെ ഇവരുടെ ഇത് പറയുന്നതാണ് ഓൾ ട്രേഡിംഗ് ഇൻ ഗോഡ് ഫണ്ടഡ് ചലഞ്ച് മസ്റ്റ് ബി ഓപ്പറേറ്റ് സോൾലി ആൻ അക്കൗണ്ട് ഓണർ. അതായത് ഇപ്പം ഞാനൊരു അക്കൗണ്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് നോക്കണത്. സോ അത് നടക്കില്ല എന്ന് അവർ സ്ട്രിക്ട്ലി പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ചുരുക്കം അതാണ്. സോ ഞാനൊരു അക്കൗണ്ട് വാങ്ങിയിട്ട് ഞാനത് എൻ്റെ കൂട്ടുകാരന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഓണേഴ്സ് തന്നെ, ആരാ വാങ്ങിയത് ആ ഓണേഴ്സ് തന്നെ അവർ യൂസ് ചെയ്യണം എന്നാണ് അവർ പറയണത്. ഓക്കെ, സോ പിന്നെ റിസ്ക് ലിമിറ്റിൻ്റെ റൂൾസ് ആണ് ഇവിടെ ഉള്ളത്. റിസ്ക് ലിമിറ്റിൻ്റെ ലൂസ് എന്ന് പറയാൻ സ്പെസിഫൈ റിസ്ക് ലിമിറ്റ് ആണ് എനി ട്രേഡേഴ്സ് അക്കൗണ്ട്. സോ ഇവർ പറയുന്നുണ്ട് 1% ആണ് ഇനീഷ്യൽ ബാലൻസ്. 5,000 ആണെന്നുണ്ടെങ്കിൽ $50 മേലെ റിസ്ക് വെക്കുന്നത് റിസ്ക് ലിമിറ്റേഷൻ പോളിസിക്ക് എതിരാണ്. 1% മാക്സിമം നമുക്ക് റിസ്ക് വെക്കാൻ പാടുള്ളൂ എന്ന് ഇവർ മാൻഡറ്ററി ആയിട്ട് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, കമ്പൽസറി ആയിട്ട് ഇവർ പറയുന്നുണ്ട് 1% മേലെ റിസ്ക് വെക്കാൻ പാടില്ല എന്നുള്ളത്.
സോ നിങ്ങൾക്ക് ഇവിടെ മാക്സിമം കാണാൻ പറ്റും ട്രേഡ് ഐഡിയ ടു മാക്സിമം 1% ഓഫ് ദ ഇനീഷ്യൽ ക്യാപിറ്റൽ. സോ 1%-ന് മേലെ നിങ്ങൾ റിസ്ക് വയ്ക്കാൻ പോകരുത്. നമ്മൾ ട്രേഡേഴ്സും നമ്മൾ ഗാംബ്ലേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണത്. ട്രേഡേഴ്സ് 1%, ഗാംബ്ലേഴ്സ് 100% ആണ് റിസ്ക് വെക്കുക. ഓക്കെ, സോ ഗാംബ്ലേഴ്സിന് 100% അവർ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് വരും, ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ ഫണ്ട് പോയിന്ന് വരും. സോ നമ്മൾ അങ്ങനെയല്ല. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ മെയിൻ റൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു കൂടുതലുള്ള മറ്റേ എന്താണ് ഗാംബ്ലിംഗ് റൂൾ, അതേപോലെ തന്നെ പ്രൊഹിബിറ്റഡ് റൂൾസിനെ കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അത് ഒരുപാടുണ്ട്. ഓക്കെ, ഒരുപാട് ചെയ്യാനുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, സോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഈ റൂൾസിനെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിൻ റൂൾസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ റൂൾസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും